സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭ്രമം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായി നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അമ്മമാരുണ്ട്, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ. അങ്ങനെ ഒരു സഹോദരനായി, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായി, അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പോളപ്പേൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. I thought while performing, and I still think I am a villain in this. ഒരു വില്ലൻ ഭാവം എനിക്ക് സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാം. ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകളുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത, അതിജീവിത, അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത, അപരാജിത, അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ, പ്രായഭേദമന്യ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീരുകൊണ്ട് മാത്രം, കണ്ണീര് നോക്കി കണ്ണീരോടെ മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടുന്നതല്ല. ഇത് കോടതി വിവിധ തലങ്ങളിലും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നതല്ലേ കോടതി, ഇല്ല, തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അതിന് ഞാൻ മഹത്തായ സിനിമയിൽ അഭിമാനത്തോടെ അവകാശപ്പെടുന്നെങ്കിൽ അങ്ങനെ